ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമാ ലോകത്ത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന പല വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകളുടെ പേരും ഫോട്ടോയുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നുണയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവരും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് എന്നുള്ളത് വളരെയധികം സംശയമുള്ളതാക്കുന്ന കാര്യമാണ്. കാരണം ഒരു ബംഗാളി നടി രഞ്ജിത്തിനെതിരെ സംസാരിക്കുന്നു, ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിനെതിരെ നടി രേവതി സമ്പത്ത് ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖ് ആ ഒരു സ്ഥാനം രാജിവെക്കുന്നു. അതിനുശേഷം ആ ഒരു സ്ഥാനം താൽക്കാലികമായിട്ട് നടൻ ബാബുരാജ് കൈകാര്യം ചെയ്യുന്നു. അപ്പം ബാബുരാജിനെതിരെ ഒരു ജൂനിയർ നടി ഇതുപോലെയുള്ള ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നു. യുവ സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബാബുരാജ് പീഡിപ്പിച്ചു എന്നാണ് ഈ നടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സോണിയ മൽഹാർ പറഞ്ഞ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയസൂര്യ നമുക്ക് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്തേക്ക് കാണേണ്ട ഒരു അവസ്ഥയാണ്. കാരണം സോണിയ മൽഹാർ പറഞ്ഞത് 2013 തൊടുപുഴയിൽ വെച്ചിട്ട് ഒരു സിനിമ ചിത്രീകരണം ഉണ്ടായിരുന്നു. ഒരു ഫാം സെറ്റപ്പിലായിരുന്നു ആ ഒരു ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പേടിപ്പെടുത്തുന്ന കുറച്ച് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള യുവ നടൻ തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി കയറി പിടിച്ചു എന്നാണ് സോണിയ മൽഹാർ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു സിനിമയുടെ പേര് പിഗ്മാൻ എന്നും സിനിമയിലെ നായകൻ ജയസൂര്യ ആണെന്നും ഇപ്പൊ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നുണയാണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. പിന്നെ ഇതൊന്നും കൂടാതെ ഇടവേള ബാബു, മണിയംപിള്ള രാജു, ജയസൂര്യ എന്നിവർക്കെതിരെ നടിയായിട്ടുള്ള മീനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മീനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പ്രമുഖർ എന്ന് പറയുന്ന ആ പേര് മാറിയിട്ട് ആളുകളുടെ പേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പേര് പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഡ്രാമയാണോ, ആരെങ്കിലും ഒക്കെ മനഃപൂർവ്വം കളിക്കുന്നതാണോ എന്നുള്ളതിന്റെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് പോകാനുള്ള കാരണം ഈ പറയുന്ന ആരോപണങ്ങൾക്ക് വിധേയമാവുന്ന ആളുകളൊക്കെ മലയാള സിനിമയിലെ നിലവിൽ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു സംഘടനയും കാര്യങ്ങളും പുതിയതായിട്ട് ആളുകളെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ആളുകളുടെ പേര് പറയുന്നത്, അതിൽ രഞ്ജിത്ത്, സിദ്ദീഖ്, ഇടവേള ബാബു എന്നിങ്ങനെയുള്ള ആളുകളുടെ പേര് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ സിനിമയിലുമായിട്ട് ചെറിയ ചെറിയ ബന്ധമുള്ള സ്ത്രീകളാണ് ഇപ്പോൾ ആരോപണങ്ങളുമായിട്ട് വരുന്നത്. നിലവിലുള്ള ഒരു 95% നടിമാരും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നില്ല. എല്ലാം തന്നെ പഴയകാല നടിമാരാണ്. ആ ഒരു സമയത്ത് പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അവർ ഇതുപോലെ കാര്യങ്ങൾ പുറത്തു പറയാതെ അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാതെ ആ കാര്യങ്ങളൊന്നും, ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തക്കതായിട്ടുള്ള ഒരു സമയം വന്നപ്പോൾ അവർ ആ സമയം യൂട്ടിലൈസ് ചെയ്യണോ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ജയസൂര്യക്കെതിരെ സോണിയ മൽഹാർ പറഞ്ഞ കഥയും അതുപോലെ തന്നെ മീനു മുനീർ പറഞ്ഞ കഥയും ഏകദേശം ഒക്കെ നമുക്ക് സെയിം പോലെ തോന്നുന്നുണ്ട്. 2008 ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ആ സിനിമയിലെ നായകനായിട്ടുള്ള ജയസൂര്യ തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി കയറി പിടിച്ചു, തിരിഞ്ഞു നോക്കിയപ്പോൾ ലിപ് ലോക്ക് ചെയ്തെന്നാണ് മീനു മുനീർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങൾ ഏകദേശം സെയിം ആയിട്ട് വരുന്നു. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ജയസൂര്യക്ക് ഇത് തന്നെയായിരിക്കും പണി, അല്ല എന്നുണ്ടെങ്കിൽ ഇത് ജയസൂര്യ ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു അടവ് അല്ലെങ്കിൽ ഒരു അഭിനയമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. സംഭവം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയമുള്ളവരൊന്ന് കാണുക. കണ്ടതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. കാര്യം പറ്റുന്നില്ല, ഇതുപോലെ സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾ അതിനെതിരെ രംഗത്ത് വരണം, അതിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കണം, നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. അതിൽ യാതൊരുവിധ തർക്കവുമില്ല, അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യരുത്. പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്രത്തോളം സുതാര്യമാണോ, സത്യസന്ധമാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് കുറ്റക്കാരനാണ് എന്ന് അറിയാതെ ഒരു പ്രതിയുടെ പേരും അദ്ദേഹത്തിന്റെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരുമ്പോൾ സ്ത്രീകൾ എപ്പോഴും സേഫ് ആണ്. അവര് രംഗത്തേക്ക് വന്നാൽ മാത്രമേ അവരുടെ മുഖവും അവരുടെ പേരും പുറത്തു വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇര എന്ന് മാത്രമേ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തും. പക്ഷേ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. ഒരു സ്ത്രീ ആരോപണമായിട്ട് വരുമ്പോൾ ആ പുരുഷന്റെ സകല കാര്യങ്ങളും പുറത്തു വരികയാണ്, അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ പേര്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും ആരോപണങ്ങളും നുണയായിട്ട് മാറുമ്പോൾ ആ ഒരു സമയത്ത് കുറ്റവിമുക്തൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഈ ഒരു പുരുഷന് വന്നിട്ടുള്ള മാനനഷ്ടം അതുപോലെ തന്നെ ആ ഒരു മാനസികാവസ്ഥയൊന്നും ആരും പരിഗണിക്കാറില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ആരോപണങ്ങളായിട്ട് ഇനിയും ഒരുപാട് ആളുകൾ വരും. അപ്പൊ ഇനിയും ഒരുപാട് ആളുകളുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചിട്ട് നിയമനിർമ്മാണം നടത്തുന്ന ഗവൺമെന്റിനോടാണ് ഈ ഒരു കാര്യം പറയാനുള്ളത്. ആരോപണങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകൾ കേസ് കൊടുക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ പോലീസ് അവരുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള അന്വേഷണം വേണം. നല്ല രീതിയിൽ കേസ് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന ആൾ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തു വരണം. അല്ലാതെ ഒരു സ്ത്രീ ആരോപണമായിട്ട് വന്ന ഉടനെ തന്നെ പുരുഷന്റെ സകല ഐഡന്റിറ്റിയും പുറത്തു കാണിക്കുന്ന ഈ ജാതി ഊളത്തരം ഇനി നിർത്തിവെക്കണം. കാരണം ഇത് പല വിധത്തിലും പല കാര്യങ്ങളായിട്ട് മാറും. കാരണം ഒന്നില്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ട്രെൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു
പേരും പ്രശസ്തിയും എടുക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ആളുകൾ പല വിധത്തിലുള്ള കഥകളുമായിട്ട് വരും. കാരണം അവർക്കറിയാം നാളെ അത് തെറ്റാണ്, അല്ലെങ്കിൽ നാളെ ആ കേസ് തള്ളിപ്പോയാൽ ഇവർക്കൊന്നും വരാനില്ല, വരാൻ പോകുന്നത് എല്ലാം തന്നെ ഈ ഒരു പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിക്ക് മാത്രമാണ്. അപ്പൊ പുരുഷന് ഒരു വിലയും ഇല്ലാതെ, മാനത്തിന് ഒരു വിലയും ഇല്ലാതെ കാണിക്കുന്ന ഈ ഒരു നിയമ സംവിധാനം നമ്മൾ എന്തായാലും ഒന്ന് പുതുക്കി പണിയേണ്ടതാണ്. പുതുക്കി പണിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണമായിട്ട് സ്ത്രീകൾ വരുമ്പോൾ ആ കേസ് പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ആ കേസിൽ ഈ പറയുന്ന സ്ത്രീ നുണയാണ് പറയുന്നതെങ്കിൽ അയാൾക്ക് വേണ്ട സകല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതിനുശേഷം ഈ സ്ത്രീയെ ജയിലിലടക്കാൻ ഇന്നത്തെ നിയമ സംവിധാനത്തിന് പറ്റുമോ? സത്യത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് നല്ലൊരു സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിയമവും കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുള്ളത്. നല്ല കാര്യമാണ്. കാരണം ഇതുപോലുള്ള നിയമങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ ഈ നിയമം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീകളുണ്ട്, അവരെ അല്ല കുറ്റം പറയുന്നത്. ഈ നിയമം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവരോടൊരു കാര്യം പറയാനുള്ളത്, അവർ ഇതുപോലെ ആരോപണമായിട്ട് ഒരു പുരുഷനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ള ഒരു സ്വാധീനത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ആരോപണം ഉന്നയിച്ചു വരുമ്പോൾ അത് സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിയമം സ്ത്രീക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഈ ഒരു നിയമവ്യവസ്ഥ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ആർക്കും ആരെയും എങ്ങനെ വേണമെങ്കിലും ഒരു ആരോപണമായിട്ട് വരാമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും. കാരണം ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു മന്ത്രിസഭ പോലും നിലത്ത് വീഴാൻ കെൽപ്പുള്ള ഇന്നത്തെ ഒരു നിയമ സംവിധാനം അത്ര നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പല വിധത്തിലും പല സംഘടനകളും പല സഭകളും ഒക്കെ നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് നിയമവും സുതാര്യമാണ്. ഈ ആരോപണങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളെല്ലാം തന്നെ ഉടായിപ്പാണ്, അതുപോലെ തന്നെ ഫേക്ക് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് സത്യം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അത് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ള പോലെ